തിരൂരിൽ കാണാതായ മലയാളി അർജുനായുള്ള തെരച്ചിൽ 9ാം ദിവസവും തുടരുമ്പോൾ ഏറ്റവും നിർണായകമായ നിമിഷങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ബൂം എക്സ്കവേറ്റർ അടക്കം ഉപയോഗിച്ചാണ് തെരച്ചിൽ പുരോഗമിക്കുന്നത്. കൂടുതൽ സൈന്യമൊക്കെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ആധുനികമായ റഡാറുകൾ കൂടി ഉപയോഗിച്ച് തെരച്ചിൽ സമഗ്രമാക്കാനുള്ള നീക്കമാണ്. ഏറ്റവും പുതിയതായി ലോഹ സാന്നിധ്യം കാണുന്നു. കയർ കണ്ടെത്തി എന്നതടക്കമുള്ള വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ എത്തുകയാണ്. വിവരങ്ങളുമായി സന്തോഷ് എം ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. സന്തോഷ്, എന്തൊക്കെയാണ് ഇപ്പോൾ തെരച്ചിലിനായി ഏർപ്പെടുത്തിയിരിക്കുന്നത്? ഏറ്റവും പുതിയ ഡെവലപ്മെൻറ്റ്സ് എന്താണ്? ഏറ്റവും പുതിയ വിവരങ്ങൾ കൂടി. കർണാടകയിൽ മണ്ണിനടിയിൽപ്പെട്ട് കാണാതായ മലയാളി അർജുനായുള്ള തെരച്ചിൽ തുടരുകയാണ്. 9ാം ദിവസമാണ് തുടരുന്നത്. 60 അടി താഴ്ചയിൽ തിരച്ചിൽ നടത്താൻ ശേഷിയുള്ള ക്രെയിനുകളടക്കം ഉപയോഗിച്ചാണ് ഇപ്പോൾ പരിശോധനകൾ തുടരുന്നത്. എന്നാൽ റഡാറുകൾ കൂടി ഉച്ചകഴിയുന്നതോടുകൂടി എത്തും എന്നായിരുന്നു നേരത്തെ അറിഞ്ഞിരുന്നത്. ആ റഡാറുകൾ മണ്ണ് മാറ്റിയുള്ള പരിശോധന നടത്തുന്നു. ഒപ്പം തന്നെ 4ഓളം മണ്ണ് മാന്തി യന്ത്രങ്ങളും അതേ സ്ഥലത്ത് ഇപ്പോൾ മണ്ണ് മാറ്റുന്നുണ്ട്. ഒരു സ്ഥലം കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. നേരത്തെ ബൂം ഉപയോഗിച്ച് പരിശോധന നടത്തിയപ്പോൾ അവിടെ ഒരു കയറിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. ആ മേഖലയിലാണ് ഇപ്പോൾ മണ്ണ് മാറ്റിയുള്ള പരിശോധന നടത്തുന്നത്. എന്നാൽ ചില മാധ്യമങ്ങളെല്ലാം ലോറി കണ്ടെത്തി എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ കൊടുക്കുകയും അതിന് തൊട്ട് പിന്നാലെ മഞ്ചേശ്വരം MLA AK അഷ്റഫ് മാധ്യമങ്ങളെ കാണുകയും ചെയ്തിരുന്നു. അത് തെറ്റായ വാർത്തയാണ്, അത്തരത്തിലുള്ള വാർത്ത നൽകരുത്, ഒരു തരത്തിലുള്ള സൂചനയും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം അല്പസമയം മുമ്പ് മാധ്യമങ്ങൾക്കോട് പറഞ്ഞത്. എന്നാൽ ഇന്നത്തെ തിരച്ചിലിൽ ശുഭപ്രതീക്ഷയുണ്ട് എന്ന് അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. കാരണം ഈ ബൂം ഉപയോഗിച്ചുള്ള തിരച്ചിലിൽ പുഴയിലേക്ക് മണ്ണിടിഞ്ഞു വീണ ഭാഗത്ത് ലോറി ഉണ്ടാകും എന്നുള്ളൊരു നിഗമനം ഉദ്യോഗസ്ഥർക്ക് ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ആ ഭാഗത്ത് കേന്ദ്രീകരിച്ചുള്ള ഒരു തിരച്ചിൽ നടത്തിയാൽ ഏതെങ്കിലും തരത്തിലുള്ള സൂചനകൾ ലഭിക്കും എന്നുള്ള ശുഭപ്രതീക്ഷയുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതേ മേഖലയിലാണ് ഇപ്പോൾ ഈ മണ്ണ് മാറ്റി പരിശോധന നടത്തുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ലോഹത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടില്ല എന്നാണ് MLA അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞത്. ഒരു കയറിൻ്റെ സാന്നിധ്യം അവിടെ കണ്ടെത്തിയിട്ടുണ്ട്. മറ്റ് കൂടുതൽ കാര്യങ്ങളൊന്നും സ്ഥിരീകരിക്കാവുന്ന ഒരു സാന്നിധ്യവും ഈ തിരച്ചിലിൽ ഇതുവരെയും കണ്ടിട്ടില്ല. ഇപ്പോൾ ഇതിൻ്റെ ഈ തിരച്ചിൽ നടക്കുന്നതിൻ്റെ മറുകരയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. 12 മണിയോടുകൂടിയാണ് ഈ ബൂം ഇവിടെ എത്തിച്ചേർന്നത്. അതിനുശേഷം ഈ തീരത്തോട് ചേർന്ന് മണ്ണിടിഞ്ഞ ഭാഗത്ത് മണ്ണെടുത്തുകൊണ്ടുള്ള പരിശോധനയാണ് നടത്തുന്നത്. അവിടെ മണ്ണ് മാറ്റി ഈ മണ്ണിനടിയിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള എന്തെങ്കിലും തടയുന്നുണ്ടോ എന്നുള്ള പരിശോധനയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യവും ഇപ്പോൾ ലഭ്യമായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് MLA വ്യക്തമാക്കിയത്. എങ്കിൽ കൂടിയും പ്രതീക്ഷയോടുകൂടിയുള്ള തിരച്ചിൽ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. ഒരു സ്ഥലത്ത് ഈ ബൂം ഉപയോഗിച്ചുകൊണ്ട് പുഴയിലേക്ക് വീണിട്ടുള്ള മണ്ണ് മാറ്റുന്നുണ്ട്. തൊട്ടടുത്ത് തന്നെ മണ്ണുമാന്തി യന്ത്രങ്ങളിലും ആ ഭാഗത്ത് നിന്ന് തന്നെ മണ്ണെടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള പരിശോധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ നേരത്തെ ഈ കോസ്റ്റ് ഗാർഡിൻ്റെ ഹെലികോപ്റ്ററുള്ള ഏരിയൽ സർവേ ഇന്ന് വൈകുന്നേരം ഉണ്ടാകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. നേരത്തെ ഹെലികോപ്റ്റർ ഇവിടെ എത്തിയിരുന്നു. ഈ കോസ്റ്റ് ഗാർഡിൻ്റെ ഒരു ഹെലികോപ്റ്റർ ഇവിടെ എത്തിയിരുന്നു. അതിനുശേഷം അത് അവിടെ നിന്ന് മടങ്ങുകയുമാണ് ചെയ്തത്. ഏതായാലും ഇപ്പോൾ വീണ്ടും അജിംഷാദ്, ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അതിശക്തമായ മഴ വീണ്ടും ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മഴ ശക്തമായാൽ ഈ പറയുന്ന രീതിയിലുള്ള രക്ഷാ ദൗത്യത്തിന്, മണ്ണ് മാറ്റുന്നത് ഉൾപ്പെടെയുള്ള ദൗത്യത്തിന് തടസ്സം നേരിടുന്ന സാഹചര്യം ഉണ്ടാവും. ഇതുവരെയും മഴ മാറി നിൽക്കുന്ന കാലാവസ്ഥയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അതിശക്തമായ മഴയാണ്. ഇപ്പോൾ നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിശക്തമായ മഴയാണ് അവിടുത്തെ ഒരു കാലാവസ്ഥയുടെ ഒരു പ്രത്യേകത തന്നെയാണത്. കാരണം പെട്ടെന്ന് തെളിഞ്ഞ ആകാശം മാറി ഇരുണ്ടുകൂടുകയും മഴ പെട്ടെന്നുണ്ടാവുകയും ചെയ്യും. സാധാരണഗതിയിൽ നമ്മളൊക്കെ കാണുന്നത് പോലെ ഒരു മഴയുടെ ലക്ഷണങ്ങളൊന്നും കാണിക്കാതെ തന്നെ മഴ പെയ്യും. നോക്കൂ, നമ്മൾ ഈ സന്തോഷമായി ഈ ബുള്ളറ്റിൽ ചേരുന്ന ഘട്ടത്തിൽ മഴയില്ലാതെ തെളിഞ്ഞു നിന്ന അന്തരീക്ഷമാണ്. പെട്ടെന്ന് കനത്ത മഴ പെയ്യുകയാണ്. വലിയ തിരിച്ചടിയാകും ഇനിയുള്ള തെരച്ചിൽ, അല്ലേ? തീർച്ചയായും ഇവിടെയുള്ള ഒരു കാലാവസ്ഥയുടെ പ്രത്യേകത ഇതാണ്. മഴയെന്ന് പറയുന്നത് ഒരു ലക്ഷണവുമില്ലാതെ, ഒരു സൂചനയുമില്ലാതെ ഒറ്റയടിക്ക് കനത്ത മഴയാണ് പെയ്യുന്നത്. നേരിയ രീതിയിൽ തുടങ്ങി മഴ ശക്തിപ്പെടുകയല്ല, കനത്ത മഴയാണ് തുടരുന്നത്. അത് പിന്നെ അതിനോടൊപ്പം തന്നെ കാറ്റുമുണ്ടാകും. പിന്നെ ആ മഴ അല്പസമയം നീണ്ടു നിൽക്കുകയും ചെയ്യും. അത് രക്ഷാപ്രവർത്തനത്തിന് പലപ്പോഴും
ഈ മണ്ണ് മാറ്റുന്നത് ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾക്ക് തടസ്സം ഇന്നലെ പുഴയിൽ നേവി ഉൾപ്പെടെ നടത്തിയിട്ടുള്ള തിരച്ചിലിനും പലതവണയായി ഈ തടസ്സം നേരിട്ടിരുന്നു. ഇപ്പോഴേതായാലും മഴയുണ്ടെങ്കിലും ഈ ബൂം ഉപയോഗിച്ച് മണ്ണ് നീക്കുന്നത് നിർത്തിയിട്ടില്ല, അത് അതുപോലെ തന്നെ തുടരുന്നുണ്ട്. എന്നാൽ JCBയും മറ്റ് ഹിറ്റാച്ചി ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് മാറ്റുന്നത് ഇപ്പോൾ ഈ മഴ ശക്തമായതോടുകൂടി ഇപ്പോൾ നിർത്തിയതായാണ് ഇവിടെ നിന്നും കാണുന്നത്. അതേസമയം മണ്ണ് മാറ്റുന്നുണ്ട്, അവിടെയും തടസ്സം മന്ദഗതിയിലാകുന്നുണ്ട്. മഴ ശക്തമായതോടുകൂടി തന്നെ മണ്ണ് മാറ്റുന്ന പ്രവർത്തനം ഇപ്പോൾ വീണ്ടും തടസ്സപ്പെട്ടിട്ടുണ്ട്. അതിശക്തമായ മഴയാണ് ഇപ്പോൾ ഈ സ്ഥലത്ത് മണ്ണ് മാറ്റുന്ന സ്ഥലത്ത് ഉള്ളത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ തടസ്സപ്പെട്ടതുപോലെ തന്നെയാണ് ഇപ്പോൾ വീണ്ടും ഈ ഒരു തിരച്ചിൽ തടസ്സപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ മണ്ണ് മാറ്റുന്നതുൾപ്പെടെ ഈ ബൂം ഉപയോഗിച്ച് മണ്ണ് മാന്തി പരിശോധിക്കുന്നത് ഉൾപ്പെടെ ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. നല്ല കാറ്റും ഉണ്ട്, മഴയ്ക്കൊപ്പം തന്നെ നല്ല കാറ്റും ഇവിടെയുണ്ട്. ഏതായാലും ഇതുവരെ നടത്തിയിട്ടുള്ള പരിശോധനയിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്ഥിരീകരിക്കത്തക്ക സൂചനകൾ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്നാണ് AKM അഷ്റഫ് MLA പറഞ്ഞത്. ഒരു കയറിൻ്റെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ്. ലോഹത്തിൻ്റെ സാന്നിധ്യം ഇന്നലെ നടത്തിയിട്ടുള്ള പരിശോധനയിൽ നേവി നടത്തിയിട്ടുള്ള സോണാർ പരിശോധനയിൽ ഒരു വസ്തുവിൻ്റെ സാന്നിധ്യം വെള്ളത്തിനടിയിൽ ഉണ്ട് എന്ന് കണ്ടെത്തിയിരുന്നു. അതോടൊപ്പം തന്നെ റഡാർ പരിശോധനയിലും മെറ്റലിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. ഏതായാലും ഇപ്പോൾ ഈ ബൂം ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയിൽ അത്തരത്തിലുള്ള സ്ഥിരീകരിക്കപ്പെട്ട ലോറിയുടേത് ഭാഗങ്ങൾ എന്ന് സംശയിക്കത്തക്ക വിധത്തിലുള്ള ഒരു സൂചനയും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് MLA അല്പസമയം മുമ്പ് പറഞ്ഞത്. എന്നാൽ ഒരു ഭാഗം കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ ഈ പറയുന്ന മണ്ണ് മാറ്റുന്ന പ്രവൃത്തികൾ നടക്കുന്നതിൽ ഒരു ശുഭപ്രതീക്ഷയുണ്ട്. കാരണം അവിടെ ലോറി ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ് ഇതിന് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥർക്കൊക്കെ നേരത്തെ തന്നെ തീർച്ചയായും ഇപ്പോൾ കണ്ടെത്തിയ കയർ എന്നത് ഈ അർജുൻ ഉപയോഗിച്ചിരുന്ന ലോറിയുടെ തടി കെട്ടിയിരുന്ന കയറാണോ അതടക്കമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ സൂചനകളായി എത്തുന്നത്. എന്തായാലും കയർ കിട്ടിയിട്ടുണ്ട്. ലോഹ സാന്നിധ്യമെന്നും മറ്റു ചില സൂചനകളെ സംബന്ധിച്ചും മറ്റു മാധ്യമങ്ങൾ നൽകുന്നത് നിരസിച്ചുകൊണ്ട് അത്തരം വാർത്തകൾ ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് മഞ്ചേശ്വരം MLA തന്നെ രംഗത്തെത്തിയ വിവരം കൂടി സന്തോഷം റിപ്പോർട്ട് ചെയ്യുകയാണ്. എന്തായിരുന്നാലും കയർ കിട്ടിയെന്നുള്ളത് സത്യമാണ്. അല്പം മുമ്പാണ് ഈ ബൂം ഉപയോഗിച്ചുള്ള തെരച്ചിലിൽ കയർ കണ്ടെത്തുന്നത്.